ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ സദാശിവദർശനം. ശ്ലോകം 10. അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃശിവായ നായക നമോ നമ. നടിച്ചിടും നമഃശിവായ നായക നമോ നമ. നടിച്ചിടും നമഃശിവായ നായക നമോ നമ. അടിക്കു പന്നി പോയി, താഴേക്ക് ഒരു പന്നി പോയി. പ്രകാശരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിവന്റെ അടിഭാഗം കാണാൻ പന്നിയുടെ രൂപത്തിൽ വിഷ്ണു പോയ കഥയാണ് ഉദ്ദേശിക്കുന്നത്. നിൻ മുടിക്കൊരന്നവും പറന്ന്, നിന്റെ ശീർഷം കാണാൻ ഒരന്നം പറന്നുപോയി. അതേ ജ്യോതിസിൻ്റെ മുകളറ്റം കാണാൻ ബ്രഹ്മാവ് അരയന്നമായി പറന്നുപോയി. രണ്ടുപേരും പരാജയപ്പെട്ടു. അഗ്നിശൈലമേ, തീമലയെ, ശിവന്റെ ചൈതന്യമാകയാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നമഃശിവായ, ശിവന് നമസ്കാരം. നമോ നമ, നമസ്കാരം നമസ്കാരം. അഗ്നിശൈലമേ, നിന്റെ അടിഭാഗത്തിൻ്റെ അറ്റം കാണാൻ വിഷ്ണു പന്നിയായി താഴോട്ടു പോയി. ഉപരിഭാഗത്തിൻ്റെ അവസാനം കാണാൻ ബ്രഹ്മാവ് ഹംസമായി മേലോട്ടു പറന്നുപോയി. എന്നിട്ടും നിന്നെ അടുത്തു കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി നീ എടുത്തു വിഴുങ്ങി നടിച്ചിടുന്നു. അങ്ങനെയുള്ള ശിവന് നമസ്കാരം. നായക നമസ്കാരം നമസ്കാരം. ശിവന്റെ മാഹാത്മ്യം പ്രകടമാക്കുന്ന ഒരു കഥ സൂചിപ്പിച്ചുകൊണ്ട് സ്തോത്രം ഉപസംഹരിക്കുന്നു. വ്യക്തിയിലെ സങ്കല്പ വികല്പങ്ങളെല്ലാം അടങ്ങി ശിവസായുജ്യം നേടിക്കഴിയുമ്പോൾ അയാളുടെ അഹന്ത നശിക്കുന്നു. ഈ അഹന്താനാശമാണ് ശിവൻ വിഴുങ്ങുന്നതായി വർണ്ണിച്ചിരിക്കുന്നത്. ഹൃദയമാണ് ഈശ്വരൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടം എന്നു പറഞ്ഞാൽ ആദ്യമായി ഈശ്വരനെ കണ്ടെത്തേണ്ടതെവിടെയാണെന്നർത്ഥം. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ബോധത്തിൽ നിന്ന്. അപാനനും പ്രാണനും വേർതിരിഞ്ഞ് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നതോടെ ദേഹബുദ്ധി വിട്ട് ആത്മാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നു. വേർതിരിഞ്ഞു വിരുദ്ധമാർഗങ്ങളിൽ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപാനവായുവിനെയും പ്രാണവായുവിനെയും ഹൃദയകേന്ദ്രത്തിൽ ഒരുമിപ്പിച്ച് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അതോടെ ആനന്ദഘനമായ ആത്മാവ് തെളിയുന്നു. അതിനുവേണ്ടിയാണ് യോഗിമാർ പ്രാണായാമം അഭ്യസിക്കുന്നത്. അഭ്യാസബലം കൊണ്ട് കുംഭക പ്രാണായാമം നല്ലപോലെ വശപ്പെട്ടാൽ കുണ്ടലിനി പ്രസരത്തോടെ ആത്മാനുഭവം തെളിയുന്നു. കുണ്ടലിനി പ്രസരത്തോടെ ഇന്ദ്രിയങ്ങളും മനസ്സും ശീതളപ്രാണധാരയിൽ അലിഞ്ഞു ചേർന്ന് പ്രാണൻ നാഡികളിൽ നൃത്തം വെച്ച് ദേഹമാസകലം പരക്കുന്നതായി തോന്നും. അക്കാര്യമാണ് വിഴുങ്ങിയെന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും എന്ന ഭാവം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുണ്ടലിനി പ്രസരത്തിൻ്റെ ആരംഭത്തിൽ പ്രാണാഗ്നിയിൽ കർമ്മവാസനകൾ എരിഞ്ഞു ചാമ്പലാകുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ശിവനെ അഗ്നിശൈലമേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അഗ്നിപർവ്വതത്തിൽ നിന്നെന്ന പോലെ മുക്കണ്ണനായ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അഗ്നിജ്വാല കാമനെ എരിച്ചു ചാമ്പലാക്കിയ കഥ പ്രസിദ്ധമാണല്ലോ. ദേഹമധ്യത്തിലുള്ള ഹൃദയകേന്ദ്രത്തിൽ നിന്നും താഴോട്ട് പ്രസരിക്കുന്ന പ്രാണനാപാനൻ മലമൂത്ര വിസർജനങ്ങൾ അപാനപ്രവർത്തനങ്ങളാണ്. ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ മലിനപദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്ന ജീവിയാണല്ലോ പന്നി.
അതുകൊണ്ടാണ് അപാനനെ പന്നിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഹൃദയകേന്ദ്രത്തിൽ നിന്നും ദേഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പ്രസരിക്കുന്ന വായുവാണ് പ്രാണൻ. സൂര്യപ്രകാശം ഉൾക്കൊള്ളുന്നതാണ് പ്രാണൻ. അതുകൊണ്ട് ഇതിനെ മുകളിലേക്ക് പറക്കുന്ന അരയന്നമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രാണനും അപാനനും രണ്ടു എതിർമാർഗങ്ങളിലേക്ക് പാഞ്ഞു പോകുന്നതോടെ ഭഗവാനെ ഹൃദയത്തിൽ കാണാതായി. ഇക്കാര്യമാണ് കണ്ടതില്ല നിന്നെയെന്നും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അപാനപ്രാണന്മാരെ ഹൃദയകേന്ദ്രത്തിൽ ഒരുമിച്ച് കുണ്ടലിനിയെ ഉണർത്തി കർമ്മവാസനകളെ ദഹിപ്പിച്ച ശീതളപ്രാണധാരയിൽ മനസ്സ് അലിയിച്ചു ചേർത്ത് തനിക്ക് ആത്മാനുഭവം ഉണ്ടാക്കിത്തരണേ എന്നാണ് ഭക്തൻ്റെ അപേക്ഷ. അതിനായി ഭക്തൻ ഭഗവാനെ തെരുതെരെ നമിക്കുന്നു. ഈ സദാശിവദർശനം പ്രദാനം ചെയ്ത ഗുരുവിനെ നമുക്കും തെരുതെരെ നമിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു.